അല്ലെങ്കിൽ ഒരു അനുസ്മരണം ഒരു ബ്ലാക്ക് വെച്ച് പോവെന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് വരാൻ കഴിയില്ല. ഭാര്യ വരെ പറയില്ല, കൊണ്ടുപോണ്ടെന്ന് പറയില്ല. ഏറിപ്പോയ പറയും എന്റെ മാപ്പിള്ള കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് നെഞ്ഞത്തറച്ച് കാര്യം കൊണ്ടുപോവാതിരിക്കൂല. പിന്നെ അവിടെ വെച്ചാലോ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഭാര്യ പറയുന്നത് കൊണ്ടുപോയിക്കോളി എന്ന് പറയും. കാരണം ഒരു ദിവസം കഴിഞ്ഞാൽ സംഗതി കഷ്ടാവും. ഇനി അതും വേണ്ട, എത്ര ഭാര്യമാർക്ക് അല്ലെങ്കിൽ എത്ര പേർക്ക് വാപ്പ മരിച്ച് വാപ്പാനെ കെടുത്ത കട്ടില് കാണുമ്പോ തന്നെ പേടിക്കണ മക്കളില്ലേ? ശരിയല്ലേ? നമ്മൾ പറയാം മരണത്തിന് മണം പോയിട്ടില്ല എന്ന് പറയും. ഇത്രയേ ഉള്ളൂ ദുനിയാവ്. അപ്പോഴും കൂടെ ഉണ്ടാവും ഒരാൾ മാത്രമാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമന. സമ്പാദ്യ മുതലേ നിന്ന് 3 തുഫാന, അതുമാത്രമല്ല അതിലെപ്പോഴും വഹദാന. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡിലെ റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? നമ്മൾ ശബ്ദമിട്ട് ആർക്ക് വേണ്ടി വിളിച്ചോ അവര് ഏതറ്റം വരെ വരും. ഖബറിന്റെ അടുത്ത് മണ്ണിട്ടങ്ങൾ തിരിയും, പിന്നെ ഓരോ അടുത്ത പരിപാടിക്ക് തിരിയും. നമ്മൾ ശബ്ദിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്? മുത്തു മുഹമ്മദ് മുസ്തഫ. ഇവിടുന്ന് ഹബീബിന് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഹബീബ് അസ്രായേൽ അലൈഹിസ്സലാം പിടിക്കുമോ എന്ന് പറയും. എന്റെ കുട്ടിയാണ് എല്ലാം പിടിക്കുക അസ്രായേൽ എന്ന് പറയും. ഹബീബിനെ കൊണ്ട് അതിന് കഴിയും. മുത്തു മുഹമ്മദ് മുസ്തഫ. ഖബറിന്ന് ചോദ്യം ചോദിക്കാൻ നേരത്തെ ഹബീബിനെ കാണിച്ചത് ആരാൻ ചോദിക്കുമ്പോ ഹബീബ് പറയും ഓനോടാ ചോദിക്കണത്, ഓൻ എന്റെ കുട്ടിയല്ലേ മുത്തു മുഹമ്മദ് മുസ്തഫ. പറഞ്ഞില്ല. മൈസൂർ 1,24,000 നേതാക്കന്മാരിങ്ങനെ നിൽക്കുമ്പോഴും എല്ലാവരുടെ നോട്ടം പോകുന്നത് മുത്തിലേക്കാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ ഹബീബ് എന്ന് പറയണം, എന്നാൽ മാത്രം റബ്ബ് നടപടിക്കാണ് നിൽക്കുള്ളൂ. ഈ ഹബീബിനെ വേണ്ടി ശബ്ദിക്കാൻ നമുക്ക് മടിയോ? അപ്പൊ നമ്മളെ കാര്യം പോക്കണം. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ആമീൻ. നമ്മൾ ഒരാളെ കയ്യിൽ നിന്ന് കടം വാങ്ങാൻ, മുതലാളിയുടെ വീട്ടിൽ കടം വാങ്ങാൻ പോണ അവസ്ഥ എങ്ങനെ? കാരണം മടക്കി കുത്തൊക്കെ കഴിച്ച് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ നിർത്തി മടക്കി കുത്തൊക്കെ കഴിച്ച് ഭയങ്കര ബഹുമാനത്തേക്ക് ആണല്ലേ? തല്ലാൻ എങ്ങനെ പോവാ? ഒരാൾ തല്ലാൻ എങ്ങനെ? നേരെ ഓപ്പോസിറ്റ്. നമ്മൾ കാര്യം നടക്കാൻ വിനയം കാണിക്കേണ്ടത് ആരെ മുന്നിലാണ്? മുത്തു മുഹമ്മദ് മുസ്തഫ. ഓ മേര നബി മേരാ നബി മേര നബിയേ, മേര നബിയേ മേര നബിയേ. ഓ മേര നബി മേരാ നബി മേര നബിയേ, ഓ മേര നബി മേരാ നബി മേര നബിയേ. ആ മേരാ നബി, ഓ മേരാ നബി,